നമസ്കാരം. 8 മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപക് എന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. ദീപക് ആത്മഹത്യ ചെയ്തതിനു കാരണം അദ്ദേഹം ജോലി സംബന്ധമായി ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ മോശമായി സ്പർശിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഷിംജിത മുസ്തഫ എന്ന ഒരു സ്ത്രീ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. അത് തനിക്ക് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കുകയും പിന്നീട് നാട്ടുകാരൊക്കെ തെറ്റിദ്ധരിക്കുകയും നിയമ നടപടികളിലേക്ക് പോകുകയും ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും അവരൊറ്റ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ വീട്ടിൽ പോയതാണ്, അവരുടെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ പോയതാണ്. വളരെ ദയനീയമാണ് ആ വീട്ടിലെ അവസ്ഥ. അവരുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ ദീപക്കായിരുന്നു. ആ ദീപക്കാണ് ഇങ്ങനെ ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ക്രൂരയായിട്ടുള്ള ദുഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാട്ടാളത്തത്തിൽ വീണ് ആത്മഹത്യ ചെയ്തത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ വീണ്ടും ജയിലിൽ കുറേ നാൾ കിടന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി സമൂഹ മാധ്യമത്തിലൊക്കെ വീണ്ടും സജീവമായി രംഗത്തുണ്ട്. പക്ഷേ പച്ചത്തെറികളാണ് ഇതിൻ്റെ അവളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത് ആർക്കാണ് നറുക്ക് വീഴുന്നത് എന്ന് ഭയന്നിരിക്കുകയാണ് കേരളത്തിലെ ഓരോ പുരുഷന്മാരും മിക്കവാറും. അങ്ങനെയായിരിക്കണം. എന്തായാലും ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം ഇതുപോലെയുള്ള കുറേ ജന്മങ്ങളുണ്ട് ഒരു മൊബൈലും തൂക്കിയെടുത്ത്. നമ്മുടെ നിയമത്തിന് ഇവർക്കൊന്നും തടയിടാൻ കഴിയില്ല, കാരണം ഇവർ സ്ത്രീകളാണ്. അപ്പോൾ ഷിംജിത മുസ്തഫയെ പോലെ മറ്റൊരുത്തി ഇപ്പോൾ ഉദയം ചെയ്തിട്ടുണ്ട്. അവളെ പേര് ഫസ്മിന സാക്കിർ എന്നാണ്. മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് മനോരമ ഇവളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവൾ ചെയ്തത് ഒരു ഓട്ടോറിക്ഷക്കാരനെ സവാരി വിളിച്ചു. ആ ഓട്ടോറിക്ഷയിൽ കയറി. അതിനുശേഷം ഓട്ടോറിക്ഷക്കാരനോട് സ്റ്റുഡിയോയുടെ അടുത്ത് ഇറക്കണമെന്ന് പറയുന്നു. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട ആ ഓട്ടോറിക്ഷക്കാരന് അറിയില്ല, അദ്ദേഹം അല്പം പ്രായമായ ഒരു മനുഷ്യനാണ്. സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങുന്നത് സാധാരണ ഏതെങ്കിലും തുണിക്കടകളിൽ നിന്ന് ഒക്കെ ആയിരിക്കും. ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ വലിയ കടകളിലൊന്നും ഞങ്ങളൊന്നും കയറിയിട്ടില്ല, കയറാൻ താല്പര്യവുമില്ല. ഇനി എത്ര പണം ഉണ്ടായാലും അങ്ങനെയുള്ള കടകളിലൊന്നും കയറാൻ താല്പര്യവുമില്ല. കാരണം ഇവിടെ ഒരു വലിയ ഒരു സമൂഹം ഒന്ന് പട്ടിണി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാനും തുണി ഉടുക്കാനും അല്ലെങ്കിൽ വീടുകളും ഇല്ലാതെ കിടക്കുമ്പോൾ നമുക്ക് അനാവശ്യമായി പണം ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാനും ഇത്തരം വലിയ കടകളിലൊന്നും കയറിയിട്ടില്ല. പക്ഷെ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇറക്കാൻ പറഞ്ഞ സമയത്താണ് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല, ഇദ്ദേഹം സ്റ്റുഡിയോയാണോ മോളെ, ഏത് സ്റ്റുഡിയോയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഇവള് അദ്ദേഹത്തെ കളിയാക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തി ഒക്കെ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, മദ്യപിച്ചുകൊണ്ടാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അദ്ദേഹത്തെ അപമാനിച്ചു. പിന്നീട് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇത് ആ മനുഷ്യന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം ഇതിനെതിരെ, അതായത് ഒരു യൂട്യൂബർ ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ആ മനുഷ്യൻ പറയുന്നത്, എനിക്കറിയില്ല സ്റ്റുഡിയോ എന്താണെന്ന് അറിയില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചു എന്ന് തെളിയിച്ചാൽ എൻ്റെ ഈ ഓട്ടോറിക്ഷയും 1 ലക്ഷം രൂപയും ആ സ്ത്രീക്ക് നൽകാൻ തയ്യാറാണ് എന്നാണ് ഈ പാവം മനുഷ്യൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമൂഹത്തിൽ പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ ഫസ്മിന സാക്കിർ ഇവളുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നെങ്കിലോ, അവന് സമൂഹവും നിയമവും ഏതൊക്കെ രീതിയിൽ ചെയ്യുമായിരുന്നു? ഈ പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് ഇപ്പോൾ ഓട്ടോറിക്ഷ പോലും ആരും സവാരിക്ക് വിളിക്കുന്നില്ല. അദ്ദേഹം ഒരു മദ്യപനാണ് എന്നാണ് സമൂഹത്തിൽ പൊതുവെ ഉണ്ടായ ധാരണ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അത് വലിയ മാനക്കേടുണ്ടാക്കി. ആ മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, മരുമക്കളും ചെറുമക്കളും ഉണ്ടാകും. അവർക്കൊക്കെ നാണക്കേട് തന്നെയാണ്. ഇന്നൊരു നാണക്കേടോ കുറ്റമോ ഒന്നുമല്ല. പക്ഷേ മദ്യപിക്കാത്തവർക്ക് തങ്ങൾ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മാനക്കേട് തന്നെയാണ്. ഇനി ഗണേശൻ മന്ത്രിയായിരുന്നു, ഗതാഗത മന്ത്രിയായിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു പെണ്ണാണ്, ഫസ്മിന സാക്കിർ, അദ്ദേഹം ഉടൻ തന്നെ ഒരുപക്ഷെ ആ ഓട്ടോറിക്ഷക്കാരനെതിരെ നടപടിയെടുക്കുമായിരുന്നു. പക്ഷെ എന്തായാലും ഇത് ആ സമൂഹത്തിന് മുന്നിൽ വെളിവാക്കിയത് ഈ യൂട്യൂബറാണ്. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോഴും ഒരു മദ്യപനാണെന്ന് എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഇത്തരക്കാർ മൊബൈലും കൊണ്ട് പുരുഷന്മാർക്ക് നേരെയായിരുന്നാലും സ്ത്രീകൾക്ക് നേരെയായിരുന്നാലും അവരുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ വരുമ്പോൾ ചെയ്യേണ്ടത് മൊബൈൽ വാങ്ങി തറയിൽ അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യനും സ്വകാര്യത ഭരണഘടന നൽകുന്നുണ്ട്. ആ സ്വകാര്യതയെ മാനിക്കാതെ
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തിയിടുന്നവരെ സമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യണം. എന്തായാലും ഇവൾക്കെതിരെ ഒരു കേസ് വന്നതായിട്ടൊന്നും അറിയില്ല, കാരണം സ്ത്രീയാണ്. അതുകൊണ്ട് കൂടുതൽ എന്തായാലും പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് സമൂഹത്തോടും സ്ത്രീകളോടും ഒക്കെ പറയാനുള്ള, പുരുഷന്മാരോടും ഒക്കെ പറയാനുള്ളത് ഇതാണ്: ഇത്തരത്തിൽ ആരെങ്കിലും നമ്മളെ അപമാനിക്കാനും നമ്മുടെ സ്വകാര്യതയെ ഇല്ലാതാക്കാനും ചെയ്തുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്താനായി വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ മൊബൈലോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് തറയിൽ അടിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞുള്ള കേസ് നേരിടാം. തൂക്കിക്കൊല്ലുകയൊന്നുമില്ലല്ലോ. എന്തായാലും അത് കഴിഞ്ഞുള്ള കേസ് നേരിടാം. ഒരു മനുഷ്യൻ്റെ ജീവിതം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ബസ്സിൽ കയറി അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് നിന്ന് നമ്മുടെ കൈയോ കാലോ എന്തെങ്കിലും കയറി ഒരാളെ അറിയാതെ ഒന്ന് സ്പർശിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഓട്ടോറിക്ഷക്കാരൻ ഇതൊന്നും അറിഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹത്തെ മദ്യപരായി ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. ഇവള് ഒരു മാപ്പ് പോലും പറഞ്ഞതായിട്ട് അറിയില്ല, പക്ഷെ ഇവള് പോസ്റ്റ് പിൻവലിച്ച് ഓടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ നിയമമാണ്. സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇത്തരക്കാർക്ക് ഇത് വളമാകുന്നതും ഇത്തരക്കാരെ വഷളാക്കുന്നതും. എന്തായാലും ഷിംജിത മുസ്തഫ ഇറങ്ങിയിട്ടുണ്ട്, ഈ പുതിയ ഇൻഫ്ലുവൻസറും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിലെ പുരുഷന്മാർ ഒന്ന് ജാഗ്രത കാണിക്കുന്നത് നന്നായിരിക്കും.